കത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ തിരി കത്തിച്ച ഒരു ദിവസം മെഴുകുതിരി കത്തിച്ചിട്ട് അത് കെടുത്താൻ വിട്ടുപോയി. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പം നോക്കുമ്പം പുക ഉയർന്ന് ഭയങ്കരമായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്ന് അത് കെടുത്തി. അതിനകത്ത് അത് തീ കത്തിച്ച് നശിച്ചിരുന്നെങ്കിൽ ലക്ഷങ്ങൾ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് അനുഗ്രഹം നൽകിയതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപ ജോയ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. 2022 ജനുവരി 1-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. അപ്പം എല്ലാവരെയും പോലെ തന്നെ OET എന്നൊരു വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ. അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് റിക്വയർ സ്കോർ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നു. അമ്മ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരുപാട്. അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എക്സാം വരികയും ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയും ചെയ്തു. പക്ഷേ പഠിച്ചിട്ട് 8-9 വർഷത്തോളം കഴിഞ്ഞ് എനിക്ക് തിയറിയുമായിട്ട് വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി കയ്യിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ എക്സാം എഴുതാൻ പോയതും. പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മാത്രമാണ് അന്ന് എൻ്റെ കയ്യിലുണ്ടായതും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 20 മാർക്കിൻ്റെ എക്സാം 17 മാർക്കാണ് പാസ് മാർക്ക്. പക്ഷേ ആ എക്സാം ഷീറ്റ് കൈ കിട്ടി എനിക്ക് അതിലൊരു ആൻസർ പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ച് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. 17 മാർക്ക് പാസ് മാർക്ക് വെച്ചിട്ട് 17 മാർക്കില്ലാത്ത ഓരോരുത്തരും ഔട്ടായി തുടങ്ങി. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണമാണ് എനിക്ക് അവിടെ ലഭിച്ചത്. ജസ്റ്റ് എൻ്റെ എക്സാം പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നായിട്ട് അവർ പാസ് മാർക്ക് കുറയ്ക്കുകയും ആ 17 എന്നുള്ളതിൽ നിന്ന് 10 ആക്കി കുറയ്ക്കുകയും എൻ്റെ പേപ്പർ എനിക്ക് കൈ കിട്ടുമ്പോൾ അതിൽ കറക്റ്റ് 10 മാർക്ക് മാത്രമാണ് ഉണ്ടായത്. എനിക്കറിയാം ഞാനതിൽ 17 മാർക്കിനുള്ളതോ 10 മാർക്കിനുള്ളതോ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണത്തിലൂടെ ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എക്സാം പാസ്സാവുകയും ആ വർഷം തന്നെ ഡിസംബർ 9-ാം തീയതി ഞാൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം അവിടെ ചെന്നിട്ട് പ്രൊമെട്രി എന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഞാൻ ചേഞ്ച് ആക്കുകയും പ്രൊമെട്രി എക്സാമിൻ്റെ എനിക്ക് ആ നിയോഗം വെക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഇങ്ങനെ എഴുതി: പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് ഞാൻ ആദ്യം എഴുതി. പിന്നെ താഴത്തേക്ക് എൻ്റെ ഓരോ നിയോഗങ്ങൾ എഴുതി, OET എഴുതി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ച വഴിയല്ല, പക്ഷേ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ തന്ന ആ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ പോയി. അവിടെ ചെന്നു. പ്രൊമെട്രി എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്ന എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടെ പാസ്സാവുകയും അതിന് പുറകെ തന്നെ ഞാൻ OET ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടിയിലാണ്. പക്ഷേ ഓരോ വട്ടം പുതുക്കുമ്പോഴും അതിനകത്തുള്ള മിസ്റ്റേക്കുകൾ ഞാൻ കറക്ഷൻ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ OET എക്സാമിൽ എനിക്ക് റിക്വയർ സ്കോർ കിട്ടിയില്ല. ആ ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. കാരണം കാരുണ്യപ്രവർത്തികൾ, പ്രാർത്ഥന, അതിലൊക്കെ ഒരുപാട് ലാഗ് വന്നു. അതെല്ലാം ഞാൻ പിന്നീടുള്ള ഉടമ്പടികളിൽ ഞാൻ തിരുത്തി വന്നു. രണ്ടാമത്തെ എക്സാം എഴുതി എനിക്ക് അപ്പോഴും ഒരു റിക്വയർ സ്കോർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല. മൂന്നാമതൊരു എക്സാം ഈ വർഷം ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ 2024 മെയ് മാസത്തിലെ മാതാവിൻ്റെ വണക്ക മാസത്തിൽ ഞാൻ നിയോഗം വെക്കുകയും ഇനി ഞാൻ എക്സാം എഴുതുന്നത് അമ്മ തരുന്ന ഡേറ്റിലാണെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് മാസം 21-ാം തീയതി എനിക്കൊരു സ്വപ്നത്തിലൊരു ദർശനം വരുവാണ്. അപ്പം ഇതുവരെ ഞാൻ മുന്നോട്ടുള്ള കലണ്ടറുകൾ, അതായത് മെയ് മാസമായി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ കലണ്ടറുകളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാനൊരു സ്വപ്നം കാണുക, ഒരു മാസം, ആ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ ആ വീക്കിൽ ആകെ 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എക്സാമിന് ഡേറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഡേറ്റ് എടുക്കാനൊരു ഡേറ്റ് നോക്കി, കലണ്ടർ നോക്കി കഴിഞ്ഞപ്പോൾ ആ കറക്റ്റ് ഡേറ്റ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ഡേറ്റ്, അതായത് വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്തു, 3-ാം തീയതി ശനിയാഴ്ച, 3 എന്നുള്ള ഡേറ്റിൽ ഇങ്ങനെ റൗണ്ട് ചെയ്താണ് ഞാൻ സ്വപ്നം കണ്ടത്. ആ കറക്റ്റ് ആ 3-ാം തീയതി ഞാൻ പോയി ഡേറ്റ് എടുത്തു. എല്ലാ തവണയും എക്സാം എഴുതുന്നതിൽ എക്സാം എഴുതുന്നവർക്കറിയാം, നമുക്ക് മന്തിലെ ഫസ്റ്റ് എക്സാം നമ്മൾ എഴുതാറില്ല. ഞാൻ എഴുതാറില്ല, കാരണം എനിക്ക് പേടിയാണ്, അത് ഇച്ചിരി ടഫാണെന്നാണ് പൊതുവേ ഒരു ധാരണ. പക്ഷേ എനിക്കത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നൊരു ഡേറ്റായിട്ട് തന്നെ ഞാൻ കരുതി. ആ 3-ാമത്തെ ഡേറ്റിൽ ഞാൻ പോയി എക്സാം ഡേറ്റ് എടുത്തു. വളരെ ബുദ്ധിമുട്ടായിരുന്നു എക്സാം. ഞാൻ എക്സാം നന്നായിട്ട് പ്രാർത്ഥിച്ചു, പഠിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഉടമ്പടിയിലാണല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് തന്നെ. അപ്പോൾ ഉടമ്പടി കയ്യിലുണ്ട്, പക്ഷെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ ഒരു പിടി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, ഇത്തവണ ഞാൻ എക്സാം എഴുതുന്നത് എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം എക്സാം എഴുതുന്നത്, അപ്പോൾ അവരൊന്ന് സങ്കടപ്പെടാനൊരു അവസരം വരരുത്.
ഒരു നെഗറ്റീവായിട്ട് റിസൾട്ട് ആണെങ്കിൽ ഞാൻ ആ റിസൾട്ട് വീട്ടിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെ പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ പോയതും. ഈ വർഷത്തെ 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാലയിൽ ഞാൻ പങ്കുകൊള്ളാമെന്ന് ഞാൻ അമ്മയോട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, അടുത്ത വർഷം എനിക്ക് എവിടെയായാലും ഒരു പള്ളി ഉള്ളിടത്ത് എനിക്കൊരു പരിശുദ്ധ കുർബാന കൂടുവാനും ക്രിസ്മസ് കൂടുവാനും പെസഹ കൂടുവാനുള്ള അനുഗ്രഹം കൂടി ഞാൻ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ അമ്മ തന്ന ഡേറ്റ് ഓഗസ്റ്റ് 3-ാം തീയതി ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. വളരെ ബുദ്ധിമുട്ടായിരുന്ന എക്സാം. ഞാൻ എക്സാം ഹോളിലേക്ക് പോയത് തന്നെ കാശ് പിടിച്ച് തൈലം വെച്ച് ഞാൻ കുരിശ് വരച്ച് എൻ്റെ ഒപ്പം എക്സാം എഴുതാൻ പോകുന്നവർക്ക് കൂടി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഓരോ മൊഡ്യൂൾ എക്സാം കഴിയുമ്പോഴും ആ എക്സാം ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ ഞാൻ ഉപ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ്, പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഷീറ്റ് ഞാൻ തിരിച്ചു കൊടുത്തത്. റീഡിങ്, ലിസണിങ് അങ്ങനെ തന്നെ. റൈറ്റിംഗ് പൊതുവേ എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അച്ഛൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് ആ റൈറ്റിംഗ് ടാസ്ക് ഒന്ന് വായിച്ചെടുക്കാൻ തന്നെ ടൈം എടുത്തു. എൻ്റെ വലിയൊരു കോൺഫിഡൻസ് അവിടെ വലിയ ബിഗ് സീറോ ആയിട്ട് മാറി. ഞാൻ എൻ്റെ എക്സാം സ്പീക്കിങ്ങും അതുപോലെ തന്നെ പൊതുവെ ഈസിയാണെന്ന് കരുതി അതും ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം ഞാൻ പരിശുദ്ധ അമ്മയിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. നന്നായി ഞാൻ പ്രാർത്ഥിക്കുകയും എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്കുള്ള പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾക്ക് അവിടെ 3 മണിക്കാണ് തുടങ്ങുക. ഇവിടുത്തെ 5:30 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 3 മണി ടൈമിലാണ്. ഞാൻ ആ സമയത്ത് തന്നെ എന്നും പ്രാർത്ഥിക്കുകയും ഇതൊരു പ്രത്യേക നിയോഗമായിട്ട് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു. ഒരു ചൊവ്വാഴ്ച ഇതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ലൈവായിട്ട് തന്നെയാണ് കൂടാറ്. അതെനിക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇതുവരെ എനിക്ക് അതിനൊരു മുടക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് 4 മൊഡ്യൂളിനും B ഗ്രേഡ് തന്നാണ് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചത്. ഈ വലിയൊരു അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിലാണെന്നും ഞാൻ ഉടമ്പടി ചെയ്യുന്ന ഒരാളാണെന്നും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും മുന്നേ വർക്ക് ചെയ്തവർക്കും എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും, മാതാവേ അവരുടെയൊക്കെ മുൻപിൽ എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാനൊരവസ്ഥ വരരുത്. അതിനെനിക്ക് ഉത്തരവില്ല പറയാനായിട്ട്. അപ്പം ആ ഒരു വലിയൊരു പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വർഷങ്ങളായിട്ട് 2022 ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവത്തിന് ആവശ്യമുള്ളത് ആ സമയത്ത് പരിശുദ്ധ അമ്മ തന്നു. കാരണം ഞാൻ ആദ്യം OET എഴുതിയപ്പോൾ എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി കിട്ടി. ആ ഒരു 2 വർഷക്കാലം എന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാനാണ് പരിശുദ്ധ അമ്മ എന്നെ അങ്ങോട്ട് വിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. രണ്ടാമത് എൻ്റെ ഇളയ കുഞ്ഞിന് ഞാൻ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ 1 മാസമായിട്ട് കണ്ടിന്യൂസ് ഫീവറായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ കാണിച്ചു. ഞാൻ സ്ഥിരം കാണിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഞാൻ കാണിച്ചപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ ഒന്നിലും ഒരു കുഴപ്പങ്ങളും ഇല്ല. പക്ഷേ കുഞ്ഞിന് പനി മാറുന്നില്ല. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നു. കുഞ്ഞിന് പനി മാറാതായപ്പോൾ ഞാൻ ഒന്നുകൂടി ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഞാൻ അതിലാദ്യ നിയോഗം തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ മോനെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു. ആ സെയിം കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ മെഡിസിനാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അതിനകത്ത് ഞാൻ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയ തേൻ ചേർത്താണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം കുഞ്ഞിന് പനിയോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അമ്മമാരൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരുപാട് സഫർ ചെയ്യുന്നവരാണ്. അതിനേക്കാൾ കൂടുതൽ വീട്ടിലുള്ളവർ സഫർ ചെയ്യണം. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുക 2 പേരും. ഒരു ദിവസം പോലും കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞ് അവരെ സംരക്ഷിക്കണമേ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. വലിയൊരു ദൈവാനുഗ്രഹം പോലെ ചെറിയ എന്തെങ്കിലും ചുമയോ ജലദോഷമോ വരുന്നല്ലാതെ ഇതുവരെ കാത്തു സംരക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയ്ക്ക് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ എന്നും അവിടെ ഒരു രൂപത്തിൽ തിരുഹൃദയനാഥൻ്റെ രൂപവും മാതാവിൻ്റെ രൂപവും വെച്ചിട്ട് പപ്പ എന്നും തിരി കത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ തിരി കത്തിച്ച ഒരു ദിവസം മെഴുകുതിരി കത്തിച്ചിട്ട് അത് കെടുത്താൻ വിട്ടുപോയി. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പം നോക്കുമ്പം പുക ഉയർന്ന് ഭയങ്കരമായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്ന് അത് കെടുത്തി. അതിനകത്ത് അത് തീ കത്തിച്ച് നശിച്ചിരുന്നെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം പപ്പയ്ക്ക് ഉണ്ടാവുമായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ ഞാൻ നടക്കേണ്ട വഴികളിൽ എൻ്റെ മക്കളുടെ കൂടെ കൊണ്ടു നടക്കുന്നത് എൻ്റെ പപ്പയും എൻ്റെ അമ്മയും, എക്സ്പെഷ്യലി മൈ ബ്രദർ. അപ്പോൾ ഇവരെല്ലാം ഞാൻ പ്രത്യേകം സംരക്ഷിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഈശോ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. പിന്നെ മൂന്നാമതൊരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാലിലൊരു നീര് വന്നിട്ട് ഞാൻ നാട്ടിലില്ല സമയത്ത്. അപ്പോൾ ഇന്നും ഇവർ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു. ഡോക്ടേഴ്സ് പറയും കുഴപ്പമൊന്നുമില്ല,
അത് നടന്നതിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പോൾ കാലിൽ നീര് ഇതൊക്കെ കുറയുന്നില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത്, മാതാവ് അസുഖങ്ങളൊന്നും വരത്തരുത് ആർക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. അപ്പം ഞാൻ എന്നിട്ട് ഒരു ദിവസം മാറാതെ ആയപ്പോൾ എൻ്റെ കാലിൽ, അമ്മയുടെ കാലിൽ എവിടെയാണോ നീരുള്ളത് അവിടെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതിനുശേഷം അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ട് 3-4 മാസമായിട്ട് അമ്മയെ സഫർ ചെയ്തിരുന്ന ആ നീര് മാറുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, മുമ്പ് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് തന്നെ കുറച്ച്, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരിക. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ വന്നു പോകും. പിന്നെ കൃപാസനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പൈസയ്ക്കൊന്നും വലിയ ആവശ്യം, നമുക്ക് ചിലവ് വരുന്നില്ല ഇവിടെ. പിന്നെ അപ്പോൾ ഞാൻ കാരുണ്യ പ്രവർത്തികൾക്ക് എനിക്ക് വലിയ സാഹചര്യങ്ങളില്ലാന്ന്. അപ്പം ഞാനത് ഇപ്പം ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, എനിക്ക് എല്ലാ മന്തിലും വരുന്ന സാലറിയിൽ നിന്ന് ഞാനൊരു വിഹിതം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ അടുത്ത ഇടവകയിലുള്ള അച്ഛന് കൊടുക്കും. അപ്പം അച്ഛനാണത്, അച്ഛൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും അർഹമെന്ന് കാണുന്ന ആൾക്ക് അച്ഛനോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം അച്ഛനോട് ഞാനൊരു കാര്യം പറയും, അച്ഛൻ തന്നെ പറയണം ഇത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടിയിൽ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് അച്ഛൻ പറയണമെന്ന് ഞാൻ പ്രത്യേകം പറയും. അച്ഛൻ അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫുഡ് അവർ വെച്ച് തരുന്നത് കൂടാതെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഫുഡും കൂടെയൊക്കെ തരും അവർ. അപ്പോൾ അത് ഞാൻ എപ്പോഴും, ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാൻ വകയില്ലാത്ത ഒരുപാട് ആളുകൾ പുറമേ താമസിക്കുന്നവരുണ്ട്. ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഫുഡിന് പോലും വകയില്ലാത്ത ആളുകളുടെ കയ്യിൽ ഞാനത് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. പുറത്ത് താമസിക്കുന്നവരെ ഞാൻ കൊടുത്തു വിടാറാണ് പതിവ്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുഞ്ഞുനാളിൽ ഒരുപാട് പ്രാർത്ഥിക്കുകയും വിശ്വാസമുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ എൻ്റെ വിവാഹത്തിന് ശേഷം വന്നതിന് ഒരുപാട് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതെ ഒരിടത്താണ് ഞാൻ ചെന്നുപെട്ടത്. അത് എൻ്റെ ദൈവവിശ്വാസം എന്നിൽ നിന്ന് എനിക്ക് കൈമോശം വന്നു. അത് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടിയിലായതിനു ശേഷമാണ് പരിശുദ്ധ അമ്മ പിന്നീട് എന്നെ അത് ഈശോയിലേക്ക് അടുപ്പിച്ചത്. എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 7 വർഷത്തെ വിവാഹ ജീവിതം തന്നെയാണ് എന്നെ കൃപാസനത്തിൻ്റെ വാതിക്കലെത്തിച്ചതും. വർഷങ്ങൾക്ക് മുന്നേ പുറത്തേക്ക് പോകണം ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ലൈഫിൽ എപ്പോഴാണോ ഞാൻ പുറത്തേക്ക് പോകേണ്ടത് എന്നുള്ള ടൈം തന്നെ തീരുമാനിച്ച് പരിശുദ്ധ അമ്മേനും പറഞ്ഞു വിടുകയും, ഞാൻ പോകുന്ന ഓരോ ഇടങ്ങളിലും എൻ്റെ കൂടെ ഇന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫെസോസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വ്യാപരിക്കുവാനും പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണെന്നും കർത്താവിന് പ്രതീകരമായവ എന്തെന്ന് വിവേചിച്ചറിയുവാനുമൊക്കെ വചനം നമ്മോട് അരുളി ചെയ്യുമ്പോൾ, തനിക്ക് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ വിശ്വാസ ജീവിതം, കൂദാശ ജീവിതം, അതായത് അതിന് ഒരു തീഷ്ണത ഇല്ലായിരുന്നു, ഒരു മന്ദോഷ്ണതയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം കേൾക്കുന്ന തിരുവചനം പോലെ പിന്നീട് ഈ മകള് എങ്ങനെയാണ് തനിക്ക് നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്നാണ് തിരുവചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ അരുളി ചെയ്യുന്നത്. ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ബോധ്യങ്ങൾ കിട്ടുകയാണ്, നാം ഏത് രീതിയിൽ ജീവിച്ചിരുന്നവരാണ്, ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്, എങ്ങനെ ഇനി ഞാൻ മാറണം. ഇത് വ്യക്തികൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഉൾക്കാഴ്ച തന്നെയാണ്. അങ്ങനെ ഇന്ന് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവാനായിട്ട് ഉടമ്പടി ദീപ ജോയിയെ സഹായിച്ചു. തനിക്ക് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു. തൻ്റെ OET എക്സാം അതിനാദ്യം അറ്റൻഡ് ചെയ്തിട്ട് അത് കിട്ടിയില്ല. പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വേറൊരു വഴിയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈ മകൾക്ക് തുറന്നു കൊടുത്തത്. താൻ ഉദ്ദേശിച്ച വഴിയല്ല. അങ്ങനെ മിനിസ്ട്രിയിൽ ജോലി ലഭിക്കുന്നു. പിന്നീടാണ് OET ഒക്കെ പാസ്സാകുന്നതും. അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് തനിക്ക് സാക്ഷ്യം പറയണം. സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഇനി തൻ്റെ OETയുടെ പ്രോസസ്സ്, അതായത് ഓൾറെഡി മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ഇനി യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനുള്ള തൻ്റെ പ്രോസസ്സൊക്കെ
തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതുപോലെ ജപമാല റാലിയിൽ ഒക്കെ പങ്കെടുത്തതിൻ്റെ പങ്കെടുക്കാനുണ്ടായതിൻ്റെ തീഷ്ണത, അതിനൊക്കെ വേണ്ടിയിട്ട് സ്വയം എങ്ങനെയാണ് റിസ്ക് എടുത്ത് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ, ഈ വർഷത്തെയും ജപമാല റാലിയിൽ ഒത്തിരിയേറെ മക്കൾ പങ്കെടുത്തു. നാം ഓരോരുത്തരും അതിൽ പങ്കെടുത്തവരാണ്. ഈ ജപമാല റാലിയുടെയൊക്കെ കിട്ടുന്ന കൃപകൾ ഇനി വർഷം മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മക്കളും വന്ന്. അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം, തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം ഇതുവഴിയായിട്ട് ദൈവസ്നേഹം തന്നിൽ എങ്ങനെ കൂടുതലായിട്ട് വളർന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ തകർച്ചകളാണ്, അതായത് വിവാഹത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന കുറച്ച് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ അത് തന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ പ്രതിസന്ധികൾ ഒരിക്കലും പ്രതിസന്ധികളല്ല, അവ കൃപയാക്കി നമുക്ക് മാറ്റുവാൻ കഴിയും നാം ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോഴെന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ